നമസ്കാരം കൂട്ടുകാരെ, നമുക്കിന്ന് ഒരു മാന്ത്രിക ചതുരത്തെ പരിചയപ്പെടാം. QR കോഡ് എന്നാണ് ഈ മാന്ത്രിക ചതുരത്തിൻ്റെ പേര്. നിങ്ങളിൽ പലരെങ്കിലും ഇത് എവിടെയെങ്കിലുമെല്ലാം കേട്ടിട്ടുണ്ടാവാം. QR കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ കുറേ ഡോട്ടുകളും ചതുരങ്ങളും എല്ലാം അടങ്ങിയ ഒരു ചെറിയ ചിത്രമാണ്. ക്വിക്ക് റെസ്പോൺസ് കോഡ് എന്നാണ് QR കോഡ് എന്നതിൻ്റെ പൂർണ്ണ രൂപം. ഇന്ന് TV ചാനലുകളിലോ അല്ലെങ്കിൽ വഴിയരികിലോ പരസ്യങ്ങളിലോ എല്ലാം ഇത്തരം മാന്ത്രിക ചതുരങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് എന്ന് ഒട്ടുമിക്കവർക്കും അറിയില്ല. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ ഇന്ന് വളരെയധികം പ്രചാരമുള്ള ഒരു ചതുരമാണ് QR കോഡ് എന്ന ഈ മാന്ത്രികൻ. എന്താണ് ഇതിൻ്റെ ഉപയോഗമെന്ന് പറയാം. നമുക്ക് ഒരു വെബ്സൈറ്റിലെ ഡാറ്റയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം പേര് അല്ലെങ്കിൽ നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, വെബ്സൈറ്റ് എന്നിവ അടങ്ങിയ നെയിം കാർഡ് അഥവാ കോണ്ടാക്റ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ മാത്രം ഒരു ലിങ്ക്, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക്, അല്ലെങ്കിൽ ഒരു വീഡിയോ എന്നിവയെല്ലാം ഈ മാന്ത്രിക ചതുരത്തിനുള്ളിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും. ഇത്തരം ചതുരങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലൂടെ വായിച്ചെടുക്കാനും സാധിക്കും. അതിനാണ് നമ്മൾ QR കോഡ് റീഡറുകൾ ഉപയോഗിക്കുന്നത്. നമുക്കിന്ന് ഐഫോണിലും ആൻഡ്രോയിഡിലും ഉപയോഗിക്കുന്ന QR കോഡ് റീഡറുകളെ പരിചയപ്പെടാം. നോക്കുക, ഞാൻ ഐഫോണിൽ ഒരു QR കോഡ് റീഡർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ വീഡിയോയോടൊപ്പം വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ ക്യാമറയായിരിക്കും ഇതിൽ കാണുക. സെൻറ്ററിലായിട്ട് നമുക്കൊരു ക്യാമറയുടെ ബട്ടൺ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ക്യാമറയിൽ ഫോട്ടോസ് എടുക്കുന്ന പോലെ തന്നെ ഉള്ള ഒരു സൗകര്യമാണ് കാണാൻ സാധിക്കുക. പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം. നിങ്ങൾ കാണുന്ന QR കോഡിൽ, അതായത് ചിലപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാനൊരു QR കോഡ് കാണിക്കാറുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ. അതുപോലുള്ള വീഡിയോയിലോ അല്ലെങ്കിൽ പരസ്യങ്ങളിലോ കാണുന്ന QR കോഡിൽ ഒരു ഉദാഹരണത്തിന് ഞാൻ ഒരു QR കോഡ് ഓപ്പൺ ആക്കി നോക്കാം. നോക്കുക, ഇപ്പോൾ നമ്മളൊരു QR കോഡ് ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. നമ്മളുടെ QR കോഡ് റീഡറിലെ ക്യാമറ ഈ QR കോഡിന് നേരെ കാണിക്കുക. അപ്പോൾ QR കോഡിൽ റീഡറിൽ നമുക്കിതുപോലെ ടാപ്പ് എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒപ്പം ഇതിന് താഴെയായിട്ട് നോക്കുക, ഇവിടെ ചില വിവരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ടാപ്പ് എന്നത് അമർത്തുക. ഇപ്പോൾ ഇത് ആഡ് ടു കോണ്ടാക്ട്സ് എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇതൊരു കോണ്ടാക്റ്റ് കാർഡാണ്. നമുക്കത് ആഡ് കോണ്ടാക്റ്റ് കൊടുത്ത് നോക്കാം. ഇവിടെ നമ്മുടെ QR കോഡ് നിങ്ങളുടെ കോണ്ടാക്റ്റിനെ ആക്സസ് ചെയ്യണോ എന്ന് ചോദിക്കും ഐഫോണിൽ. ഓക്കെ കൊടുക്കുക. നോക്കുക, കോണ്ടാക്റ്റ് ആഡഡ് ടു ദ അഡ്രസ് ബുക്ക് എന്ന് കാണിക്കുന്നു. നമുക്കിവിടെ ഹിസ്റ്ററി പരിശോധിക്കാം. ഇവിടെ നിങ്ങൾ സ്കാൻ ചെയ്ത QR കോഡുകൾ കാണിക്കുന്നു. ഈ QR കോഡിൽ ഉണ്ടായിരുന്നത്, ഈ QR കോഡിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നറിയാൻ നമ്മൾ QR കോഡ് സെലക്ട് ചെയ്താൽ താഴെയായിട്ട് ഒരു I എന്ന സിമ്പിൾ കാണാം. നമ്മൾ അതിൽ പ്രസ് ചെയ്യുക. നോക്കുക, ഈ QR കോഡിലുള്ള വിവരങ്ങൾ, ഇതൊരു വി കാർഡ് ആണ്, നമ്മുടെ കോണ്ടാക്റ്റ് കാർഡാണ്. നമ്മുടെ ഫോണിലെ കോണ്ടാക്റ്റ് ബുക്കിലേക്ക് ആഡ് ചെയ്യാനുള്ള വിവരങ്ങളായിരുന്നു ഇതെല്ലാം. അതിനുള്ളിൽ എൻ്റെ പൂർണ്ണമായ വിവരങ്ങളാണ് ഞാൻ ഉൾക്കൊള്ളിച്ചിരുന്നത്. ഇവിടെ നിന്നാണ് ഇത് കോണ്ടാക്റ്റിലേക്ക് ആഡ് ആയത്. നമുക്ക് കോണ്ടാക്റ്റ് ബുക്കിൽ ആ കോണ്ടാക്റ്റ് സേവ് ആയിട്ട് കാണാം. ഇവിടെ അത് സെലക്ട് ചെയ്താൽ നേരത്തെ നൽകിയിരുന്ന വിവരങ്ങളെല്ലാം തന്നെ ഈ കോണ്ടാക്റ്റിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ഒരു QR കോഡിനുള്ളിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കണ്ടുവല്ലോ. നമ്മുടെ വെബ്സൈറ്റ്, ഇമെയിൽ, നമ്മുടെ ലൊക്കേഷൻ, അഡ്രസ്സ്, ഫോൺ നമ്പർ തുടങ്ങിയവ എല്ലാം തന്നെ ഇതിനുള്ളിൽ ഉൾക്കൊള്ളിച്ചിരുന്നു. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വിവരങ്ങളും QR കോഡ് ജനറേറ്റർ സൗകര്യമുള്ള സൈറ്റുകൾ വഴി ക്രിയേറ്റ് ചെയ്ത് ഇതുപോലെ കോഡുകളാക്കാം. അതുപോലെ നമുക്ക് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച്, നിങ്ങൾ ഇപ്പോൾ ഞാൻ കാണിച്ചത് ഐഫോണിലാണെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആൻഡ്രോയിഡിൽ ഉപയോഗിക്കാവുന്ന ആപ്ലിക്കേഷനും ഞാൻ ഈ വീഡിയോയുടെ വിവരണത്തിനോടൊപ്പം വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം, ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക്, വളരെയധികം നീളമുള്ള ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ചില സമയത്ത് ഞാൻ തന്നെ ഡൗൺലോഡിന് തരുമ്പോൾ ചിലർ പറയുന്നത് കാണാം ആ സൈറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ. ആ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുന്നതിനുള്ള തെറ്റ് മൂലമാണ് പലപ്പോഴും നിങ്ങൾക്ക് ആ ഡൗൺലോഡ് ലിങ്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഞാൻ നൽകുന്ന കോഡ് സ്കാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യാതെ തന്നെ ആ ഡൗൺലോഡ് ലിങ്ക് നിങ്ങൾക്ക് എടുക്കാനും അതിലേക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുമെല്ലാം സാധിക്കും.